നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കയറിയതോടെ എല്ലാം മാറി. അന്തസ്സും അഭിമാനവും എല്ലാം മറന്നു. ചായക്കടക്കാരിയുടെ മകൾക്ക് ആ അന്തസ്സേ ഉള്ളൂ. അതിലേക്ക് അവനും താഴ്ന്നു. വഴിവക്കിൽ അവനൊരു തട്ടുകടയോ മുറുക്കാൻ കടയോ തുറന്നാ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അതിനെ സത്യഭാമ വേറെ ജനിക്കണം. ഭാമേ, അതിനു മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്. മാർക്കറ്റിൽ 50 രൂപയായിട്ട് കച്ചവടം തുടങ്ങിയ രാഘവൻ നായര് ആദ്യമേ പണയം വെച്ചത് ഈ അന്തസ്സും അഭിമാനവും ഒക്കെയാ. പണത്തിന് വേണ്ടി പലരുടെ മുമ്പിലും കൈകെട്ടി നിൽക്കുമ്പോ ആട്ടും തുപ്പും വരെ കൊണ്ടിട്ടുണ്ട്. അന്ന് അതൊന്നും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല. ഒരു കുടുംബമുണ്ട്, അത് പോറ്റണം, അതായിരുന്നു മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. എന്റെ മകൻ ഇന്നങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവൻ കഷ്ടപ്പെടട്ടെ, അതിന് ജീവിതം പഠിക്കാം അവന്. രാഘവേട്ട, അവൻ അതിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നായിരുന്നു? അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയെ നീ ഇവിടെ ഇറക്കി വിടുമ്പോ അതിന് സമ്മതം മൂളി ഇവിടെ ഒരു പട്ടിയെ പോലെ ചുരുണ്ടുകൂടി വാലാട്ടി നിൽക്കണമായിരുന്നോ? ഇഷ്ട ഭക്ഷണം, സുഖജീവിതം, അതാണല്ലോ അല്ലേ അന്തസ്സും അഭിമാനം ഒക്കെ. കുടുംബം വേണ്ടാന്ന് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാനേ ഈ രാഘവനാർക്ക് അവസരം ഉണ്ടായിരുന്നു ഭാമേ. അതൊന്നും മറക്കരുത് നീ. സാരമില്ല, അതൊക്കെ പോട്ടെ. ഭാമേ, ദാ നമ്മുടെ മക്കള് ശാലിനി വിഷ്ണു കൂടെ ഇത് നിനക്ക് തന്നെ അയച്ചതാ. അവരുണ്ടാക്കിയ ഭക്ഷണം. വാങ്ങിക്ക് ഭാമേ. ആ അത്രക്കായ നീ എന്താണ് കാണിച്ചേ? അങ്കിൾ എന്തിനാണ് അടിച്ചത്? ഇതൊന്നും കാണുന്നില്ലേ? ആന്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞത്. ആന്റിക്ക് ഇഷ്ടമല്ല നീ ആണ് തീരുമാനിക്കുന്നേ? അതിന്റെ ആന്റി പറയട്ടെ അങ്ങോട്ട്. പറഭാമേ, നിനക്കിഷ്ടമല്ലേ ഇത്? പറയാൻ ഇഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.